അവരെ ഇങ്ങനെ ചക്കര ഈച്ചം പോലെ അടുക്കാൻ അനുവദിക്കാതെ ഒന്നാം തരം കീരിയും പാമ്പും ആക്കി മാറ്റണം. സംഗതി കൊള്ളാം. പക്ഷേ അതൊക്കെ അമ്മിണിയമ്മയെ കൊണ്ട് പറ്റുമോ? അല്ല, എന്നെ കുറിച്ച് എന്താ അംബിക മാഡം കരുതിയിരിക്കുന്നത്? എന്റെ ബയോഡേറ്റ കണ്ടിട്ടുണ്ടോ? 18 കല്യാണങ്ങളാ ഞാൻ മുടക്കിയിരിക്കുന്നത്. കൂടാതെ 12 ഭാര്യാഭർത്താക്കന്മാരെ തമ്മിലടിപ്പിച്ച് വിവാഹമോചനം നടത്തിക്കൊടുത്തിട്ടുള്ളവളാ ഈ കൊച്ചമ്മിണി. അപ്പോ ആളൊരു ജഗജില്യാണല്ലേ? കൂർമ്മബുദ്ധിക്കാരിയാ ഞാൻ. രാജുവിനെയും കൃതിയെയും തമ്മിൽ രണ്ടാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അംബിക മാഡം അല്ലേ? അവര് രണ്ടുപേരും തമ്മിൽ തല്ലി പിരിഞ്ഞ അമ്മിണിയമ്മ ആഗ്രഹിക്കുന്നത് എന്തും ഈ അംബിക തരും. അത് പിറകെ ഇപ്പം ഈ ചെയ്യുന്ന ചാരപ്രവർത്തികൾക്കുള്ള കൂലി എന്റെ അക്കൗണ്ടിൽ ഇട്ടു തരണം. അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു തരും. ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, അത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ വന്നിരിക്കും. ഉറങ്ങിക്കോ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നല്ല മേല് വേദന എടുക്കുന്നു. വൈറൽ ഫീവർ അല്ലേ മാഡം? ഇന്നത്തേക്ക് എന്തായാലും കുറച്ച് ക്ഷീണം കാണും. നാളെ ആവുമ്പോ അതെല്ലാം കുറഞ്ഞോളും. അയ്യോ, എനിക്ക് മാഡം കുറച്ച് ചൂട് കട്ടൻ കുടിച്ച് പെട്ടെന്ന് മാറും. മാഡം, ഇത് കുറേശ്ശായിട്ട് അങ്ങ് കുടിച്ചാൽ മതി, ചെറിയ ചൂടുണ്ടാവും. കുടിച്ചോ, കുറേശ്ശെ കുടിച്ചോ. മതി. മാഡം ഇനി കിടന്നു. ഇപ്പൊ ചുമക്ക് കുറച്ച് ആശ്വാസം തോന്നില്ലേ? ഇനി രാജു പോയി കിടന്ന് ഉറങ്ങിക്കോ. ഹായ്, ഞാൻ ഉറങ്ങിക്കൊള്ളാം മാഡം. മാഡം ഉറങ്ങിക്കോ, കണ്ണടച്ച് കിടന്നാ മതി. ഈ വീടും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ ഹോസ്പിറ്റലും അവൻ പൊളിച്ചെടുക്കും. ലേബർ റൂമിൽ കയറി അവൻ നഴ്സുമാരെ തല്ലുന്ന എന്റെ പേടി. ഒന്ന് പോടി അവിടുന്ന്. അവനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാലല്ലേ കുട്ടികളുണ്ടാവും. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, അവൻ ഋതുമോളെ മാഡം മാഡം എന്ന് വിളിക്കുന്നതേ ദേവി ദേവിന്നാ. നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അവൻ അവളോട് ഭക്തിയാ. ഭക്തിയോ? ആ അമ്മേ, മുടിഞ്ഞ ഭക്തി. ഒരു ഭഗവതിയോട് എന്ന പോലെയാ അവൻ ഋതുമോളോട് പെരുമാറുന്ന. ഒന്ന് പോടി അവിടുന്ന്. അവൻ അവളെ ജീവനാ. നീ ഇന്നലെ കണ്ടില്ലേ? പനിക്കൂർക്ക പറിക്കുന്നു, തുളസിയില നുള്ളുന്നു. പനി വന്ന് ഋതുമോൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവെന്നാ അവന്റെ പേടി. അല്ല, നിങ്ങളുടെ അച്ഛനോട്ട് മോശമല്ലായിരുന്നു. ഞാൻ നിന്നെ പ്രസവിക്കാനായി ആശുപത്രിയിലായപ്പോ പലരും കളിയാക്കിയതാ. രാധമ്മേ, നിനക്കാണോ ഗർഭം അതോ നിന്റെ ഭർത്താവിനാണോ ഗർഭമെന്ന്? ഏട്ടാ, ഒരു ചായ കൂടി വേണം. വേണ്ട അമ്മേ, കുറച്ചു മുമ്പ് കുടിച്ചല്ലേ ഉള്ളൂ. ഏട്ടൻ രാജുവിനെ കാത്തിരിക്കണോ? അതെ. എന്താ അമ്മേ? രാജു ഏട്ടനെ വിളിച്ചില്ലേ? ഇല്ല. അല്ല, ഋതുമോൾക്ക് പനിയാണ്. രാജു ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. പനിയോ? അതെ, വൈറൽ ഫീവറാ. അവൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പനി കൂടുതലുണ്ടോ? അതറിയില്ല ഏട്ടാ. ഏട്ടൻ ഒന്ന് അവിടം വരെ പോയെങ്കിൽ നന്നായിരുന്നു. ഞാൻ നോക്കട്ടെ. എന്തായാലും പനി കൂടുതലൊന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ രാജു എന്നെ വിളിക്കുമായിരുന്നല്ലോ. യാമിനി വെക്കോ. എന്തായാലും ഞാൻ അവിടെ വരുന്ന് പോവാം. ശരി ഏട്ടാ.
അവനെ നമ്മുടെ കുഞ്ഞിനെ ചതിക്കുമായിരുന്നു പ്രതാപ. അവനെ ഇപ്പോഴും ആ പലിശക്കാരി രുക്മിണിയുടെ അവരുടെ മോളുമായിട്ട് അടുപ്പം. അവൻ സന്ധ്യ കഴിഞ്ഞാലേ രമ്യയുടെ വീട്ടിലാ. രാത്രി അവിടെയാ അവന്റെ ഊണും ഉറക്കവും. വെളുപ്പിനെ അവൻ തിരിച്ചു വരൂ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തോ അങ്ങ് പറയരുത് ചേച്ചി. അത് മോശമാ. ദീപകിനെ പോലെ ഒരു വിടനും ആവാസനൊന്നും അല്ല അവൻ. അവൻ വളരെ നല്ല സ്വഭാവമുള്ള ഒരുത്തനാ. പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതറിയണം. അത് ഞാൻ തിരക്കിക്കൊള്ളാം. വെറുതെ അവന്റെ വായിരിക്കുന്ന നല്ലത് കേട്ടു. രാജുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ഇവൻ വിശ്വസിക്കില്ല.